بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ത്വാഹ 58, 59, 60 ഈ മൂന്നായത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഫലനഅതിയന്നക ഈ പദത്തിലെ ഹംസയുടെ ഉച്ചാരണമാണ് പലപ്പോഴും ആളുകൾ അബദ്ധത്തിൽ തെറ്റായി ഉച്ചരിക്കാറുള്ളത്. ഫലനഅതിയന്നക അങ്ങനെ പറയരുത്. ഹംസക്ക് ഷിദ്ദ എന്ന ഒരു സിഫത്തുണ്ട്. ഹുറൂഫ് ഷിദ്ദയിൽപ്പെട്ടതാണ് ഹംസ. അപ്പോൾ ഫലനഅതിയന്നക എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. ഈ പദത്തിൽ വന്ന നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന കൊടുക്കുക. ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലി, ബിസിഹ്രിൻ എന്ന തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഷദ്ദുള്ള ഒറ്റ മീമ് മാത്രമാണ് പിന്നീട് ഉച്ചരിക്കപ്പെടുക. ബിസിഹ്രിൻ മിസ്ലി അക്ഷരങ്ങളെല്ലാം കൃത്യമായി മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ചിലത് പ്രത്യേകം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ബിസിഹ്രിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്. ബിസിഹ്രിൻ എന്ന് വ്യക്തമാക്കി ഹ ഉച്ചരിക്കുക. മിസ്ലിഹി സ തൊണ്ട നാവിൻ്റെ അഗ്രവും അഗ്രത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലുകളുടെ അഗ്രവുമാണ്. മിസ്ലിഹി ഹ ദമീറിന് മദ്ദുസ്സിലത്ത് സൂറ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയ ദീർഘമാണ് നൽകുക. ഫജ്അൽ ബൈനന ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ലാം ഇൽഹാർ ചെയ്യേണ്ട അക്ഷരമാണ്. ഫജ്അൽ ബൈനന വബൈനക മൗഇദൻ ലാ നുഖ്ലിഫുഹു. മൗഇദൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇത് ബിഗൈരി ഗുന്ന. മൗഇദൻ ലാ എന്നാണ് പറയുക. നുഖ്ലിഫുഹു ഖാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ശബ്ദഭാരത്തോടെ ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാ. നിസ്ബിയായ തഫ്ഖീമാണ് ഇവിടെ നൽകുക. ലാ നുഖ്ലിഫുഹു ലാ നുഖ്ലിഫുഹു നഹ്നു. ഖാ ഇസ്തിഅലാൻ്റെ അക്ഷരം, അതുപോലെ ഹൽഖിയ അക്ഷരമാണ്, മേലെ അറ്റമാണ്, അതായത് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ലാ നുഖ്ലിഫുഹു നഹ്നു ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. നേരത്തെ സൂചിപ്പിച്ചു. വലാ അൻത ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. അൻത ഈ പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. വലാ അൻത മകാനൻ സുവ, ഇവിടെ മകാനൻ സുവ എന്നതിൽ തൻവീനിനെയും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. മകാനൻ സുവ, സുവ എന്നധികം ദീർഘിപ്പിക്കരുത്. 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള അലിഫിൻ്റെ ദീർഘമാണ് കൊടുക്കുക. സുവ. ഖാല മൗഇദുകും, ഖാല എന്ന് പറയുമ്പോൾ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. അഖ്സൽ ലിസാനാണ് ഖാഫിൻ്റെ മഖ്റജ്. വ്യക്തമായി ആ ഖാഫ് ഉച്ചരിക്കണം, തഫ്ഖീം ചെയ്യണം. സ്വരഭാരത്തോടെ ഖാഫിനെ ഉച്ചരിക്കുക എന്നതാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ദീർഘാക്ഷരമായ ഈ അലിഫിലും തഫ്ഖീമുണ്ട് എന്നതും ശ്രദ്ധിക്കുക. ഖാല മൗഇദുകും യൗമുസ്സീന,
മൗഇദുകും. ഐൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യം, അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം. മൗഇദുകും അതിനെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഷഫവി എന്ന് പറയും. ഇൽഹാർ ചെയ്യേണ്ട എല്ലാ അക്ഷരങ്ങൾക്ക് മുകളിലുമാണ് സുക്കൂൻ പരിശുദ്ധ ഖുർആനിൽ എഴുതുക. അത് നാം ശ്രദ്ധിക്കണം. നാം ഓതുന്ന ഈ മുസ്ഹഫിൽ സുക്കൂൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ അക്ഷരം മുൽഹറാണ്, വ്യക്തമായി ഇൽഹാർ ചെയ്യേണ്ടതാണെന്നതാണ് അടിസ്ഥാനമായി നാം അറിയേണ്ട ഒരു കാര്യം. ഇവിടെ മീമിനെ അല്പം പോലും മണിക്കാതെ ഇൽഹാർ ചെയ്യുക. മൗഇദുകും يوم الزينة وأن يحشر الناس ضحى. വഅൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള യാഇൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസാണ്, ഭാഗികമായി ലയിപ്പിക്കുക. അൻ യുഹ്ശറ, റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. യുഹ്ശറ എന്ന് വ്യക്തമാക്കുക. മലയാളത്തിലെ റാ പോലെ പറയരുത്. വഅൻ യുഹ്ശറ അന്നാസു, നൂൻ മുശദ്ദദയെ മണിക്കുക. ദുഹ, ദ്വാദ് നേരത്തെ സൂചിപ്പിച്ചു, ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. നാവിൻ്റെ സൈഡിൽ നിന്നാണ് അത് ഉച്ചരിക്കുക. ദോ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹ സൂചിപ്പിച്ചുവല്ലോ. ദുഹ ദുഹ എന്ന് പറയേണ്ട. ദുഹ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം കൊടുക്കുക. ഫതവല്ലാ ഫിർഔനു. വാവ് 2 ചുണ്ടുകൾക്കിടയിൽ നിന്ന് തന്നെ ചുണ്ടുകളെ വൃത്താകൃതിയിലാക്കി ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉവ എന്ന ശബ്ദം. ഫതവല്ലാ ഫിർഔനു. റാഇന് തർക്കീഖ് കൊടുക്കണം, നേർപ്പിച്ചുച്ചരിക്കണം. റാഇന് സുക്കൂനും തൊട്ടുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതാണ് കാരണം. ഫിർഔനു ഫജമഅ കൈദഹു സുമ്മ അതാ. സുമ്മയിലെ മീമിനെ മണിക്കണം. മീം മുശദ്ദദ, അതിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള മണിക്കൽ കൊടുക്കുക. സുമ്മ അത. ഹംസ വ്യക്തമായി മഖ്റജിൽ നിന്ന് ശിദ്ദത്തോടെ ഉച്ചരിക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്. സുമ്മ അത. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا. فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. قال موعدكم يوم الزينة وأن يحشر الناس ضحى. فتولى فرعون فجمع كيده ثم أتى.